കുടുംബം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് എതിർക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഭയങ്കര റിയലൈസേഷൻ ഉണ്ടായ ഒരു ഏരിയയാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ നിമിഷ സജയൻ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ നിമിഷ സജയനാണ് ഞാൻ. നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ പോലും തീരാത്ത ജോലികളാണ് അടുക്കള എന്ന് പറയുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരുതരം ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ഞാൻ സിനിമ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിലും, സിനിമ അല്ല എൻ്റെ മേഖലയെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഇരുന്ന് ചിലപ്പോൾ കുടുംബത്തിനെ എതിർത്തേനെ. കുടുംബം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് എതിർക്കുന്നത്. കുടുംബം എന്ന് പറയുന്ന അച്ഛൻ മകൾ അല്ല അച്ഛൻ മക്കൾ ആ ഒരു സംഗതിനെ അല്ല. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നു, ഞാൻ 4 മണിക്ക് തിരിച്ചു പോകും. ഞാൻ 4 മണിക്ക് തിരിച്ചു പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ 2-3 ദിവസം ഇവിടെ നിൽക്കാൻ ഭയങ്കര കൊതിയുള്ള മനുഷ്യനാണ്. എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ വീട്ടിലെ ജോലികളുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഭാര്യ, അവൾ തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ ഞാനും കൂടെ ഒന്ന് കൂടിയേക്കാന്ന് ഓർത്ത് ഞാൻ നേരത്തെ പോകുന്നത്. അതെൻ്റെ വലിയ മഹാമനസ്കതയല്ല. നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ സിനിമയൊക്കെ ചെയ്യാൻ തന്നെ കാരണം ഇത് നേരത്തെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ വീട് മാനേജ് ചെയ്യുക എന്നുള്ളത് ഹെവി ടാസ്ക്കാണ്. അത് നമുക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനൊക്കെ തരും. മെൻ്റലി നമ്മളെ ഡിസോർഡർ ആക്കും, മെൻ്റലി നമ്മളെ ബാധിക്കും. അപ്പോൾ ഇതറിയാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ട് പോകുന്നു അല്ലേ. അപ്പോൾ ഈ നേരത്തെ പോകുമെങ്കിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നെങ്കിൽ, അല്ലെ ഒരാളുടെ ഒരു തീരുമാനത്തോടെ എല്ലാവരും കൂടെ നിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ കുടുംബത്തിനെ വിമർശിക്കേണ്ടി വരില്ല അല്ലേ. ഇപ്പോൾ നമ്മളോട് ഒരു പെങ്കൊച്ചോ അല്ലെങ്കിൽ നമ്മുടെ മകളോ പറയാം, എനിക്ക് ഈ കോഴ്സ് പഠിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കോഴ്സ് പോലും സെലക്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമില്ല അല്ലേ. ഒരു 7 മണി വൈകുന്നേരം കഴിഞ്ഞാൽ വീടുകളിൽ തിരിച്ചെത്തേണ്ടവരാണ് പെൺകുട്ടികൾ. ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ ഒരു പാർട്ണറെ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനൊന്നിനും സ്വാതന്ത്ര്യമില്ലാതെ ഒരു തരം ജയിലായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്താ, നമ്മൾ കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചത് കൊണ്ടും ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ അനിയത്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അത് നമ്മൾ ഫെമിനിസം അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഒരാളെ മിസ് ചെയ്യത്തില്ലേ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്ന ഒരാളാണ് ചെറുപ്പത്തിൽ മുതലേ. എൻ്റെ അനിയത്തിനെ എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. അവൾക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ എൻ്റെ ചേച്ചിയുണ്ട്, അവൾക്ക് ഇത്തരം സാഹചര്യത്തിലൊന്നും വരണ്ട. അവൾക്ക് ഞാനൊരു പെൺകുട്ടിയാണ്, ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവൾ അന്നും ഇന്നും ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ അനിയത്തി ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുകയും അവിടെ നിന്ന് തന്നെ നമുക്കൊരു തോട്ട് ഉണ്ടായി വരുന്നുണ്ട്. കുടുംബം നല്ലപോലെ പോയാൽ നല്ലതാണ്. കുടുംബം നല്ലപോലെ അല്ല പോകുന്നത്. ഇപ്പം ജിയോ ബേബി മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങൾ, ഈ അടുത്ത സമീപ വർഷങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. അതെല്ലാം കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ നല്ല കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ IFFK കഴിഞ്ഞ IFFK മലയാള സിനിമ ജൂറിയിൽ അംഗമായിരുന്നു ഞാൻ. അതിൽ 14 സിനിമകളാണ് മലയാള സിനിമ ടുഡേ എന്നുള്ള കാറ്റഗറിയുള്ള. അതിൽ 14 സിനിമകളിൽ ഒരു 70-80% സിനിമകളും ചോദ്യം ചെയ്യുന്നത് കുടുംബ വ്യവസ്ഥയാണ്. ഇപ്പോൾ ഡോണിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, എനിക്ക് ഭയങ്കര ബ്രില്യൻ സിനിമയായിട്ട് തോന്നി. അതൊക്കെ കുടുംബം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൊമേഴ്ഷ്യൽ സിനിമ ഉൾപ്പെടെ. അപ്പോൾ ഒരു തരം റിവേഴ്സ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. നമ്മളും അത് നിൽക്കുമ്പോഴും കുടുംബത്തിനോട് ഇതൊന്നും നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ അല്ലല്ലോ ചെയ്യുന്നത്. ഞാനിതാ ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞല്ല പോകുന്നത്. ഇന്ന് തന്നെ വീട്ടിൽ പോകണമല്ലോ, എനിക്ക് ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് തല മരച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഞാനൊരു കൊതിയോടെ കയറി ചെല്ലുന്ന സ്ഥലം ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടവും ഞാൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചോ ഇതിനേക്കാളും നേരത്തെ ചിലപ്പോൾ പോകേണ്ടി ഇങ്ങനെ ഒരു പരിപാടി തന്നെ ചിലപ്പോൾ വരാൻ പോലും പറ്റില്ല. ഈ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമ സ്ത്രീധനത്തെക്കുറിച്ച് പറയുന്നു അല്ലേ. 1961 തോന്നുന്നു നിരോധിച്ച സ്ത്രീധനത്തെക്കുറിച്ച് നമുക്ക് ഇന്നും സിനിമ എടുക്കേണ്ടയും സ്കൂളുകളിൽ നാടകം കളിക്കേണ്ടയും നമ്മളിന്ന് ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പം അതൊരു റിയലൈസേഷനായി ഈ ഒരു വിഷയത്തെ പറ്റിയൊരു സിനിമ ചെയ്യണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഭയങ്കര റിയലൈസേഷൻ ഉണ്ടായ ഒരു ഏരിയയാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ നിമിഷ സജയൻ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ നിമിഷ സജയനാണ് ഞാൻ ആയതുകൊണ്ടാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാമെന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻസ് ഇല്ല. കാരണം 2 പേരുണ്ടല്ലോ, ജോലി 2ആയിട്ടാണ് പോകുന്നത്. എൻ്റെ പാർട്ണർ ബീന ഒരു സമയത്ത് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തോളാം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് എന്നെ കൊണ്ട് വല്ലാതെ കിണിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം നമുക്കതൊരു റിയലൈസേഷനാണ്. ഈ അടുക്കളയിലെ ജോലി രാവിലെ 6 മണിക്ക് അതിൻ്റെ അകത്ത് കയറി രാത്രി 10 മണിയായാലും 10:30 ആയാലും നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ പോലും തീരാത്ത ജോലികളാണ് അടുക്കള എന്ന് പറയുന്നത്. അത് എനിക്ക് മനസ്സിലായി പോയതുകൊണ്ടാണ്. അതിപ്പം ഞാനിവിടെ ഇരിക്കുന്ന സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരുതരം ഭ്രാന്തമായൊരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. കാരണം
ഇപ്പം നിമിഷ കൈ മണക്കുന്ന സീൻസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അവസ്ഥയാണ്. ഞാനിത് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. രാത്രി കടന്ന് ഞാൻ കൈ എറിയത് മണത്ത് നോക്കുമ്പോൾ ഭയങ്കര മോശം മണം. ഇപ്പം അതിൽ നിമിഷയുടെ സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നിമിഷയ്ക്ക്. ഈ സെക്സിൻ്റെ ഇടയ്ക്ക് കൈ എറിയാതെ മണത്ത് പോവും. ഞാൻ പറയുന്നത് ഇത്രയും നമുക്ക് അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഒരു മേഖല സിനിമ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തുകൊണ്ടൊരു സിനിമ ആക്കിക്കൂടാന്നോട് ചിന്തിക്കുന്നിടത്താണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റിയലൈസേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ സ്ത്രീക്ക് എന്നുള്ളതല്ലാതെ അടുക്കള കേന്ദ്രീകരിച്ച് മാത്രം പറയുന്നത് പുരുഷനുണ്ടാകുന്നില്ല അല്ലേ, സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഈ കഴിഞ്ഞ വർഷം കണ്ടാണ് അടുക്കള എന്നുള്ള ഇമേജിൻ്റെ അകത്ത് പുരുഷൻ്റെ പടം കൂടെ തന്നെ കൊണ്ടുവച്ചത്. 2024 അപ്പം അത്രയും എന്താ പറഞ്ഞ ഒരു ഒട്ടും ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അത് ആരും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, സ്കൂളുകളിൽ ജെൻഡറിനെ കുറിച്ച് പഠിക്കുന്നില്ല. നമ്മളെല്ലാം ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്ത് വരും. അപ്പോൾ അത് അനുഭവിക്കാൻ പറ്റിയത് ഒരു തലത്തിൽ നമുക്കത് ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതല്ലാതെ വേറെ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വീടിൻ്റെ ഒരു അടുക്കളയും ഞാൻ പൈസ കൊടുക്കാത്ത കഴിക്കാത്ത ഫുഡുകളൊന്നും തന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇപ്പം ഞാനൊരു വീട്ടിൽ ചെന്ന് കയറുന്നു, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ചായ വേണ്ട. കാരണം ചായ എടുക്കുന്നതിന് ബുദ്ധിമുട്ട് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. കാരണം സീരിയസ്ലി അത് ചിരിക്കാനുള്ള കാര്യമല്ല. അത് എങ്ങനെയാണ് ചായ ഉണ്ടാകുന്നത്? ഒരു ചായക്ക് ഒരു സോസ് പാൻ എടുക്കണം, അതിൻ്റെ അകത്ത് പാലൊഴിക്കണം, തേയിലപ്പൊടി ഇടണം, അത് അരിക്കണം, എന്നിട്ടൊരു ഗ്ലാസ്സിൽ ഒഴിക്കണം, അപ്പോൾ ചായയാവും. കുടിക്കാം. കുടിച്ച് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അരിപ്പ കഴുകണം. ഈ സോസ് പാൻ എങ്ങാനും വെള്ളത്തിലിട്ടിട്ടല്ല പോകുന്നെങ്കിൽ ഭയങ്കര പാടാണ് അത് കഴുകാൻ, അല്ലേ? ഹൊറിബിളാണ്. വേറെ എന്തെങ്കിലും രീതിയിൽ ചായ ഉണ്ടായി വന്നിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. കാരണം ഈ സ്വിച്ച് ഇടുമ്പോൾ വരുന്ന ചായയുണ്ട്, പക്ഷെ അതിനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഇല്ല. അപ്പം ഞാൻ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കുന്ന പരിപാടി നിർത്തിയിട്ട് വർഷങ്ങളായി. കാരണം എനിക്ക് ഈ പെയിനിലൂടെ ഒന്നും കടന്നു പോകാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് ചായ ചോദിക്കുമ്പോൾ നോ എന്ന് പറയും ഞാൻ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് ഫുഡ് ഉണ്ടാക്കുന്ന അവരുടെ ബുദ്ധിമുട്ടറിയില്ല. അത് കൂടുതലും സ്ത്രീകളായിരിക്കും. ഇപ്പം നമ്മളിതെല്ലാം സ്ത്രീകളുടെ സപ്പോർട്ടീവായിട്ടെന്ന് പറയുന്നത് ഈ ഒരു സമത്വത്തിൻ്റെ ഏരിയയിൽ മാത്രമാണ്, അല്ലേ? അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ വേറെ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഏരിയയിലാണെങ്കിലും ലോകവ്യാപകമായിട്ട് ആത്മഹത്യ റേറ്റും ഒക്കെ പുരുഷന്മാർക്ക് തന്നെയാണ് കൂടുതൽ. ഞാൻ ഈ സമത്വം എന്നുള്ളൊരു സ്ഥലത്ത് മാത്രമാണ് ഇവരെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്.